എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കീം 2025 എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷയ്ക്ക് അപേക്ഷ സമർപ്പിച്ച് പരീക്ഷ എഴുതാനിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മോക്ക് ടെസ്റ്റ് അല്ലെങ്കിൽ പ്രാക്ടീസ് ടെസ്റ്റ് ചെയ്യുന്നതിനായിട്ട് അവസരം. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ വഴിയാണ് ഈ ഒരു അവസരം ലഭ്യമാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പ്രാക്ടീസ് ടെസ്റ്റ് ചെയ്യുന്നതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ce.kerala.gov.in എന്ന, അതായത് സിഇയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം പിന്നീട് നിങ്ങൾക്ക് കീം 2025 കാൻഡിഡേറ്റ് പോർട്ടൽ എന്നുള്ള ലിങ്ക് വഴി ഈ ഒരു പേജിലേക്ക് പ്രവേശിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാം കാൻഡിഡേറ്റ് ലോഗിൻ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ, പാസ്വേഡ്, ആക്സസ് കോഡ് എന്നിവ നൽകിക്കൊണ്ട്, ആക്സസ് കോഡ് എന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് സ്ക്രീനിൽ നിങ്ങളുടെ ആ ഒരു ലോഗിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് കാണുന്ന ആ ഒരു നമ്പേഴ്സാണ് ആക്സസ് കോഡ്. അപ്പോൾ അത് നൽകി നിങ്ങൾക്ക് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ പേജിലേക്ക് പോകാവുന്നതും അവിടെ പ്രാക്ടീസ് ടെസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നൽകിയിട്ടുണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് പ്രാക്ടീസ് ടെസ്റ്റ് ചെയ്യാവുന്നതുമാണ്. അപ്പോൾ ഈ ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടാണ് ഈ ഒരു CBT പരീക്ഷ നടത്തുന്നത്. അപ്പോൾ ഈ ഒരു പരീക്ഷയുടെ ആ ഒരു മോഡലിൽ തന്നെയാണ് ഈ ഒരു പ്രാക്ടീസ് ടെസ്റ്റും ഉണ്ടാവുക. അപ്പോൾ അതുവഴി നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഒരു പരീക്ഷ നടത്തുന്നത്, എങ്ങനെയാണ് ആൻസർ ചെയ്യുന്നത്, ആൻസർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ എന്നിങ്ങനെ, അതുപോലെ തന്നെ ആൻസർ ചെയ്ത ക്വസ്റ്റ്യൻസിൻ്റെയും ആൻസർ ചെയ്യാത്ത ക്വസ്റ്റ്യൻസിൻ്റെയും എണ്ണം കാണിക്കുന്നുണ്ടോ എന്നിങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് തന്നെ മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ലോഗിൻ ചെയ്തുകൊണ്ട് പ്രാക്ടീസ് ടെസ്റ്റ് എന്നുള്ള ലിങ്ക്, നിങ്ങളുടെ പ്രൊഫൈൽ വഴിയുള്ള ആ ഒരു പ്രൊഫൈലിലുള്ള പ്രാക്ടീസ് ടെസ്റ്റ് ലിങ്ക് വഴി നിങ്ങൾക്ക് ആ ഒരു കാര്യങ്ങൾ അത് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് എങ്ങനെയാണ് ഈ ഒരു പരീക്ഷ എന്നുള്ള സംബന്ധിച്ചുള്ള ഏകദേശം ഐഡിയ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് മെഡിക്കൽ അലൈഡ് കോഴ്സസിലേക്കുള്ള പ്രവേശനത്തിനായിട്ട് പരീക്ഷയില്ലേ എന്നുള്ളത്. അതായത് നിങ്ങൾക്കറിയാം മെഡിക്കൽ ഓപ്ഷൻ ഉണ്ട്, അതായത് മെഡിക്കൽ കോഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ മെഡിക്കൽ അലൈഡ് കോഴ്സസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു മെഡിക്കൽ അലൈഡ് കോഴ്സസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു മെഡിക്കൽ അലൈഡ് കോഴ്സസിൽ ഈ ഒരു കീമിന് പരീക്ഷയില്ല അല്ലെങ്കിൽ മെഡിക്കൽ അലൈഡിന് പരീക്ഷയില്ല എന്നുള്ളത് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നോക്കാം ഏതൊക്കെയാണ് മെഡിക്കൽ കോഴ്സുകൾ എന്നുള്ളത്. അപ്പോൾ മെഡിക്കൽ കോഴ്സിൽ ഉൾപ്പെടുന്നത് MBBS, BDS, ആയുർവേദ, ഹോമിയോ, സിദ്ധ, യുനാനി എന്നിങ്ങനെയുള്ള ഇത്രയും കോഴ്സാണ് മെഡിക്കൽ കോഴ്സസിൽ വരുന്നത്. അതുപോലെ തന്നെ മെഡിക്കൽ അലൈഡ് കോഴ്സസിൽ വരുന്നത് ഏതൊക്കെയാണെന്ന് നോക്കാം. അത് അഗ്രികൾച്ചർ, ഫോറസ്ട്രി, വെറ്റിനറി, ഫിഷറീസ്, കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ്, ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് എൻവയോൺമെൻറ്റ് സയൻസ്, BTech ബയോടെക്നോളജി എന്നിവയാണ് മെഡിക്കൽ അലൈഡ് കോഴ്സസിലേക്ക് വരുന്നത്. അതുപോലെ തന്നെ ആർക്കിടെക്ചർ സെപ്പറേറ്റ് ആണ്, ഫാർമസി സെപ്പറേറ്റ് ഒരു കോഴ്സാണ്, അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് സെപ്പറേറ്റ് ആയിട്ട് മറ്റൊരു കോഴ്സിൻ്റെ വിഭാഗത്തിൽ ഉൾപ്പെടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെയാണ് മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് കോഴ്സസ് എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഇനി നമുക്ക് ഈ ഒരു മെഡിക്കൽ ആൻഡ് അലൈഡ് കോഴ്സസിൽ നിങ്ങൾക്ക് പരീക്ഷയില്ലേ എന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ NEET UG 2025 എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പരീക്ഷ, അതായത് NEET UG എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പരീക്ഷ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു പരീക്ഷയുടെ മാർക്കാണ്, അതായത് ഈ ഒരു പരീക്ഷയിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുന്നോ അതനുസരിച്ച് നിങ്ങൾ അതിൻ്റെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുന്നുണ്ടോ, ഇതൊക്കെ അനുസരിച്ചിട്ട് ഈ ഒരു മാർക്ക് ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ഈ ഒരു മെഡിക്കൽ ആൻഡ് അലൈഡ് കോഴ്സസിലേക്ക് അഡ്മിഷൻ നൽകുന്നത്. അതായത് മെഡിക്കൽ കോഴ്സസിലേക്കും അതുപോലെ തന്നെ മെഡിക്കൽ അലൈഡ് കോഴ്സസിലേക്കും അഡ്മിഷൻ നൽകുന്നത് ഈ ഒരു NEET UG 2025 മാർക്ക് നോക്കിയിട്ടാണ്. അപ്പോൾ ഈ ഒരു NEET UG 2025 പരീക്ഷയിൽ നിങ്ങൾ ഒരു കട്ട് ഓഫ് മാർക്ക് ഉണ്ടാകും. ആ ഒരു കട്ട് ഓഫ് മാർക്കിൻ്റെ ഉള്ളിൽ നിങ്ങൾ ആ ഒരു പരിധിക്കുള്ളിൽ നിങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾ ഉൾപ്പെടുകയും പിന്നീട് അതിൻ്റെ ആ ഒരു നീറ്റിൻ്റെ സ്കോർ നിങ്ങൾ ഈ ഒരു കീമിൻ്റെ വെബ്സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്ത് നൽകുകയുമാണ് ചെയ്യേണ്ടത്. ഓൾറെഡി ഈ ഒരു കാര്യം കീമിൻ്റെ വെബ്സൈറ്റിൽ തന്നെ ആപ്ലിക്കേഷൻ നൽകുന്നതിന് മുമ്പായിട്ട് താഴെ ഭാഗത്തായിട്ട് തന്നെ നൽകിയിട്ടുണ്ടായിരുന്നു. അതായത് ഈ ഒരു ഭാഗത്തായിട്ട് നൽകിയിട്ടുണ്ടായിരുന്നു എഞ്ചിനീയറിംഗിൻ്റെ എലിജിബിലിറ്റി എന്താണ്, എങ്ങനെയാണ് പരീക്ഷ എന്നുള്ളത്, അതുപോലെ തന്നെ ഫാർമസിയുടെ എങ്ങനെയാണ് പരീക്ഷ എന്നുള്ളത്, അതുപോലെ തന്നെ മെഡിക്കൽ അലൈഡ് കോഴ്സസിലേക്കുള്ള അഡ്മിഷൻ എങ്ങനെയാണ് എന്നുള്ളത്, ആർക്കിടെക്ചർ കോഴ്സിലേക്കുള്ള അഡ്മിഷൻ എന്താണ് അതിൻ്റെ യോഗ്യത എന്നുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നൽകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങളിപ്പോൾ ഈ ഒരു കേരളത്തിലെ കീമിന് മാത്രമേ അപേക്ഷിച്ചിട്ടുള്ളൂ എങ്കിൽ പ്രത്യേകിച്ച് യാതൊരു പ്രയോജനം ഉണ്ടാവില്ല. കാരണം നിങ്ങൾക്ക് നിങ്ങൾക്ക് മെഡിക്കൽ കോഴ്സിലേക്കും, അതായത് ഒരു മെഡിക്കൽ കോഴ്സ് അതുപോലെ തന്നെ മെഡിക്കൽ അലൈഡ് കോഴ്സസ് എന്നിവയിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ NEET UG 2025 പരീക്ഷ ക്വാളിഫൈ ആവേണ്ടതാണ്. അപ്പോൾ ഈ NEET UG 2025 പ്രവേശന പരീക്ഷയ്ക്ക് അപേക്ഷിച്ച വിദ്യാർത്ഥികൾ ആ ഒരു പരീക്ഷ നന്നായിട്ട് എഴുതുക. അതിൻ്റെ റിസൾട്ട് വന്ന് അതിൽ നിങ്ങൾ പാസ്സായിട്ടുണ്ടെങ്കിൽ, അത് ക്വാളിഫൈ ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മാർക്ക് ഈ ഒരു കീമിൻ്റെ വെബ്സൈറ്റിൽ മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് കോഴ്സസിൻ്റെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്ന സമയത്ത് നിങ്ങളോട് ആ ഒരു നീറ്റിൻ്റെ സ്കോർ അപ്ലോഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പറയും. അപ്പോൾ ആ ഒരു സമയത്ത് നീറ്റ് സ്കോർ അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ നിങ്ങളെ ആ ഒരു നീറ്റിൻ്റെ റാങ്ക് ലിസ്റ്റിലേക്ക് തയ്യാറാക്കുന്നതിലേക്കായിട്ട്, അതായത് ഈ ഒരു മെഡിക്കൽ ആൻഡ് അലൈഡ് കോഴ്സസിലേക്കുള്ള റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിലേക്കായിട്ട് നിങ്ങളെ പരിഗണിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു കീമിൻ്റെ പരീക്ഷയിൽ നിങ്ങൾക്ക് ഏതൊക്കെ കോഴ്സുകൾക്കാണ് പരീക്ഷ നടത്തുന്നത് എന്ന് ചോദിച്ചാൽ, ഈ ഒരു കീമിൻ്റെ പരീക്ഷ നടത്തുന്നത്, അതായത് കീം 2025 പരീക്ഷ നടത്തുന്നത് എഞ്ചിനീയറിംഗിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഫാർമസി കോഴ്സിലേക്കുള്ള പ്രവേശനത്തിന് വേണ്ടിയിട്ടുമാണ് ഈ ഒരു കീം 2025 പരീക്ഷ നടത്തുന്നത്.
എന്നാൽ നിങ്ങൾക്ക് ആർക്കിടെക്ചർ കോഴ്സ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ആർക്കിടെക്ചർ കോഴ്സിലേക്കുള്ള അഡ്മിഷന് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്വാളിഫൈ ആവേണ്ട എക്സാമിനേഷനാണ് നാറ്റ. ഇതിന് പ്രത്യേകിച്ച് കീമിൽ പരീക്ഷ ഒന്നുമില്ലെങ്കിലും നാറ്റ ആണ്, അതായത് നാഷണൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഫോർ ആർക്കിടെക്ചർ എന്നുള്ള ആ ഒരു പരീക്ഷയാണ് നിങ്ങൾ ക്വാളിഫൈ ആവേണ്ടത്. അതിൽ ക്വാളിഫൈ ആയിട്ടുള്ള വിദ്യാർത്ഥികൾ പിന്നീട് ആർക്കിടെക്ചറിൻ്റെ കേരളത്തിലെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്ന സമയത്ത് നാറ്റ സ്കോർ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ആ ഒരു നാറ്റ സ്കോറും +2ൻ്റെ സ്കോറും പരിഗണിച്ചുകൊണ്ടാണ് കേരളത്തിൽ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. ഇനി അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു മെഡിക്കൽ ഫീൽഡിലേക്കാണ് അഡ്മിഷൻ ആഗ്രഹിക്കുന്നത്. അതായത് മെഡിക്കൽ ഫീൽഡ് എന്ന് പറയുമ്പോൾ അതിൽ മെഡിക്കൽ ഉണ്ട്, അതുപോലെ തന്നെ മെഡിക്കൽ അലൈഡ്, മെഡിക്കലുമായി ബന്ധപ്പെട്ട കോഴ്സുകളുമുണ്ട്. അപ്പോൾ ആ ഒരു മെഡിക്കൽ കോഴ്സുകളിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ നേടണം എന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ മെഡിക്കൽ ആൻഡ് അലൈഡ് കോഴ്സസിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ നേടണം എന്നുണ്ടെങ്കിൽ മെഡിക്കൽ ആൻഡ് അലൈഡ് കോഴ്സ് ഉണ്ട്, മെഡിക്കൽ കോഴ്സ് ഉണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ രണ്ട് വിഭാഗത്തിലുള്ള കോഴ്സുകളിൽ നിങ്ങൾ അഡ്മിഷൻ നേടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നീറ്റ് UG 2025 പരീക്ഷ നിങ്ങൾ ക്വാളിഫൈ ആവണം. അതായത് ആ ഒരു പരീക്ഷ നിങ്ങൾ ജയിക്കണം. ജയിച്ച ശേഷം അതിൻ്റെ മാർക്ക് പിന്നീട് കീമിൻ്റെ വെബ്സൈറ്റിൽ ഈ ഒരു മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് കോഴ്സസിലേക്കുള്ള റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത്, തയ്യാറാക്കുന്ന സമയത്ത് അത് നിങ്ങളോട് ആ ഒരു നീറ്റ് UGയുടെ മാർക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് പറയും. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ നീറ്റ് UGയുടെ മാർക്ക് അപ്ലോഡ് ചെയ്ത് നൽകുകയും അതിനുശേഷം നിങ്ങളുടെ മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് കോഴ്സസിലേക്കുള്ള റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുകയുമാണ് ചെയ്യുക. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് കീം 2025 പ്രവേശന പരീക്ഷയിൽ അല്ലെങ്കിൽ കീം പരീക്ഷയിൽ എഞ്ചിനീയറിംഗിനും ഫാർമസിക്കും മാത്രമാണ് പരീക്ഷയുള്ളത്. മറ്റ് കോഴ്സുകൾക്ക് മറ്റ് യോഗ്യതയാണ് പരിഗണിക്കുന്നത്. ആർക്കിടെക്ചർ കോഴ്സിൽ നാറ്റയുടെ ആ ഒരു ക്വാളിഫൈ ആവുകയും നാറ്റ സ്കോർ പിന്നീട് ആർക്കിടെക്ചർ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്ന സമയത്തേക്ക് അപ്ലോഡ് ചെയ്ത് നൽകുകയുമാണ് ചെയ്യേണ്ടി വരിക. അതുപോലെ തന്നെ ഒരു മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് കോഴ്സസിലേക്കുള്ള അഡ്മിഷൻ എന്ന് പറയുമ്പോൾ അതും ഈ ഒരു കീമിൽ പ്രത്യേകിച്ച് പരീക്ഷ നടത്തുന്നില്ല. അതിനും നീറ്റ് UG 2025 പ്രവേശന പരീക്ഷ ക്വാളിഫൈ ആവുകയും അതിൻ്റെ മാർക്ക് പിന്നീട് ഈ ഒരു മെഡിക്കൽ കോഴ്സിലേക്കുള്ള റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുമ്പോഴും മെഡിക്കൽ അലൈഡ് കോഴ്സസിലേക്കുള്ള റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്ന സമയത്തും നിങ്ങൾ അപ്ലോഡ് ചെയ്ത് നൽകുകയാണ് ചെയ്യേണ്ടി വരിക. മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് കോഴ്സുകളിലേക്കുള്ള റാങ്ക് ലിസ്റ്റ് ഒരുമിച്ചാണ് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്ന സമയത്ത് നിങ്ങൾ ആ ഒരു നീറ്റ് സ്കോർ അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതിയാകും. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ചില വിദ്യാർത്ഥികളെങ്കിലും അതായത് ഈ ഒരു നീറ്റ് UG രജിസ്ട്രേഷൻ ചെയ്യാതെ കേരളത്തിലെ കീമിൻ്റെ അഡ്മിഷന് വേണ്ടി അതായത് കേരളത്തിൽ ഈ ഒരു കീം വഴി തന്നെ ഈ ഒരു മെഡിക്കൽ അലൈഡ് കോഴ്സിൽ അഡ്മിഷൻ കിട്ടും എന്ന് കരുതി മെഡിക്കൽ ആൻഡ് അലൈഡ് കോഴ്സസ് എന്നുള്ള ഓപ്ഷൻ, അതായത് മെഡിക്കൽ അലൈഡ് കോഴ്സസ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ മാത്രം സെലക്ട് ചെയ്യുകയും എന്നാൽ നീറ്റ് UG 2025 പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ല എങ്കിൽ വിദ്യാർത്ഥികൾക്ക് ആ രജിസ്ട്രേഷൻ ചെയ്തതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനം ഉണ്ടാവില്ല. നിങ്ങളുടെ ഫീസ് പോയി എന്ന് മാത്രമേ പറയാനായിട്ട് പറ്റുള്ളൂ. കാരണം ഈ ഒരു മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് കോഴ്സസിൽ നിങ്ങൾക്ക് അഡ്മിഷൻ നേടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നീറ്റ് UG 2025 പരീക്ഷ ക്വാളിഫൈ ആവുകയും അതിൻ്റെ മാർക്ക് നിങ്ങൾ അപ്ലോഡ് ചെയ്ത്, അതായത് കീമിൻ്റെ വെബ്സൈറ്റിൽ പിന്നീട് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കാനായിട്ടുള്ള ആ ഒരു സമയത്ത് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് നൽകേണ്ടതും ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നീറ്റ് UG 2025 പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യാത്ത ഒരു വിദ്യാർത്ഥിക്ക് ഈ ഒരു മാർക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് കോഴ്സിലേക്ക് അഡ്മിഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നീറ്റ് UG 2025, അതായത് ഇപ്പോൾ നിങ്ങൾ പരീക്ഷയ്ക്ക് അപേക്ഷിച്ച വിദ്യാർത്ഥികളാണെങ്കിൽ ഇപ്പോൾ നടക്കുന്ന നീറ്റ് UG പരീക്ഷയിൽ നിങ്ങൾ ക്വാളിഫൈ ആവുകയും പിന്നീട് അതിൻ്റെ മാർക്ക് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് നൽകേണ്ടതുമാണ്. അതുപോലെ കേരളത്തിൽ കീമിന് മാത്രം ഈ ഒരു മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് കോഴ്സസ് സെലക്ട് ചെയ്യുകയും എന്നാൽ നീറ്റ് UG 2025 പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യാതിരുന്ന വിദ്യാർത്ഥികളും പ്രത്യേകിച്ച് നിങ്ങൾക്ക് ആ ഒരു അപേക്ഷ ഫീസ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്ന് മാത്രമേ പറയാനുള്ളൂ. നിങ്ങൾ എഞ്ചിനീയറിംഗ് അതുപോലെ തന്നെ ആർക്കിടെക്ചർ ഫാർമസി കോഴ്സുകളിലേക്ക് അഡ്മിഷനായിട്ട് ഓപ്ഷൻ സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ എഞ്ചിനീയറിംഗ് ഫാർമസി പരീക്ഷയുടെ ആ ഒരു കീം പരീക്ഷ എഴുതുക. മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് കോഴ്സസ് മാത്രം അപേക്ഷിച്ച് എന്നാൽ നീറ്റ് UGക്ക് അപേക്ഷിക്കാത്ത വിദ്യാർത്ഥികൾ ഇനി അടുത്ത വർഷം നന്നായിട്ട് പഠിച്ച് ഈ ഒരു കീമിൻ്റെ ഈ ഒരു അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് മെഡിക്കൽ ആൻഡ് അലൈഡ് കോഴ്സസ് ഓപ്ഷൻ സെലക്ട് ചെയ്യുകയും അതുകൂടാതെ തന്നെ നീറ്റ് UG അടുത്ത വർഷത്തെ 2026 അപ്പോൾ ഈ ഒരു നീറ്റ് UG പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്ത് നീറ്റ് UG ക്വാളിഫൈ ആവുകയും പിന്നീട് മാർക്ക് നിങ്ങൾ ഈ ഒരു കീം വെബ്സൈറ്റിൽ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്ന സമയത്ത് അപ്ലോഡ് ചെയ്ത് നൽകി നിങ്ങൾക്ക് അതിൽ പങ്കെടുക്കാവുന്നതുമാണ്. കാരണം പല വിദ്യാർത്ഥികളുടെ ഭാഗത്തും വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സംശയം കാരണം വരുന്ന ഒരു തെറ്റാണ് ഈ ഒരു മെഡിക്കൽ ആൻഡ് അലൈഡ് കോഴ്സസിലേക്ക് ഓപ്ഷൻ നൽകും. എന്നാൽ നീറ്റ് UG 2025 പരീക്ഷ അല്ലെങ്കിൽ നീറ്റ് UG പരീക്ഷയ്ക്കുള്ള രജിസ്ട്രേഷൻ നടത്താതെ ഈ ഒരു മെഡിക്കൽ അലൈഡ് കോഴ്സസിലേക്കുള്ള അഡ്മിഷൻ കീം വഴിയാണ് എന്ന് വിചാരിച്ച് അങ്ങനെ ഇരിക്കുന്ന ഒരു കാര്യം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് ഒരു പരീക്ഷയ്ക്കും മറ്റെന്തെങ്കിലും യോഗ്യതകൾ നൽകുന്നുണ്ടോ അല്ലെങ്കിൽ ഒരു കോഴ്സിലേക്കുള്ള അഡ്മിഷന് വേണ്ടി ഏതൊക്കെ യോഗ്യതയാണ് പരിഗണിക്കുന്നത്, ഏതൊക്കെ യോഗ്യതയാണ് വേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ പല വിദ്യാർത്ഥികളും ഈ ഒരു കാര്യം ചോദിച്ചതുകൊണ്ടാണ് പ്രത്യേകം സൂചിപ്പിക്കുന്നത്. നിങ്ങൾ കീമിൻ്റെ ഈ ഒരു അപേക്ഷയിൽ മെഡിക്കൽ ആൻഡ് അലൈഡ് കോഴ്സസിലേക്ക് നിങ്ങൾ ഓപ്ഷൻ നൽകിയതുകൊണ്ട് മെഡിക്കൽ അലൈഡ് കോഴ്സസിലേക്കോ അല്ലെങ്കിൽ മെഡിക്കൽ കോഴ്സുകളിലേക്കോ അഡ്മിഷൻ കിട്ടില്ല. നിങ്ങൾ നീറ്റ് UG 2025 അതായത് ഇപ്പോൾ നടക്കുന്നതായതുകൊണ്ടാണ് ഇപ്പോഴത്തെ പരീക്ഷ എന്ന് പറയുന്നത്. അടുത്ത വർഷമാണെങ്കിൽ അടുത്ത വർഷത്തെ നീറ്റ് UG 2026 എന്നാണ് പറയുക. അപ്പോൾ ഇപ്പോൾ നടക്കുന്ന ഈ നീറ്റ് UG പരീക്ഷയിൽ നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ട്, അതിൽ ക്വാളിഫൈ ആയിട്ടുണ്ട് എങ്കിൽ മാത്രമേ വിദ്യാർത്ഥികൾക്ക് കേരളത്തിലെ ഈ ഒരു കീമിൻ്റെ ആ ഒരു അപേക്ഷ വഴി പ്രയോജനം ഉണ്ടാവുള്ളൂ. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.
അപ്പോൾ നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഇത്തവണ ഏതെങ്കിലും വിദ്യാർത്ഥികൾ ഈ ഒരു രീതിയിൽ മെഡിക്കൽ ആൻഡ് അലൈഡ് കോഴ്സസിലേക്ക് കീം വഴി അഡ്മിഷൻ കിട്ടുമെന്ന് വിചാരിച്ച് കീമിന് മാത്രം അപേക്ഷിച്ച വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം നീറ്റ് യു ജി ക്വാളിഫൈ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് കോഴ്സസിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ അല്ലെങ്കിൽ ആ ഒരു അലോട്ട്മെൻറ്റിനായിട്ടുള്ള റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്ന സമയത്ത് നിങ്ങളെ പരിഗണിക്കുള്ളൂ. നീറ്റ് യു ജി ക്വാളിഫൈ ആവാത്ത വിദ്യാർത്ഥികളെ യാതൊരു കാരണവശാലും മെഡിക്കൽ ആൻഡ് അലൈഡ് കോഴ്സസിലേക്ക് ഈ ഒരു അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാനായിട്ട് അവർക്ക് സാധിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ കീമിൻ്റെ മെഡിക്കൽ ആൻഡ് അലൈഡ് കോഴ്സസ് മാത്രം അപേക്ഷിച്ച വിദ്യാർത്ഥികളുണ്ടാവും. ഈ ഒരു മെഡിക്കൽ ഫീൽഡിൽ അഡ്മിഷൻ കിട്ടാനായിട്ട് നീറ്റിന് അപേക്ഷിക്കാതെ വിദ്യാർത്ഥികളുണ്ടാവും. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ അടുത്ത വർഷം എങ്കിലും അപേക്ഷിക്കുന്ന സമയത്ത് കീമിന് അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് അതോടൊപ്പം തന്നെ നീറ്റ് യു ജി 2026 പരീക്ഷ കൂടി രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ്. കാരണം നീറ്റിൻ്റെ സ്കോറാണ് കീമിൻ്റെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് താല്പര്യമുള്ള എല്ലാവിധ കോഴ്സുകൾക്ക് അപേക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ നീറ്റിൻ്റെ ആ ഒരു 2026 പരീക്ഷ കൂടി എഴുതി നിങ്ങൾ ഈ ക്വാളിഫൈ ആവാനായിട്ട് ശ്രദ്ധിക്കേണ്ടതും ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.